വേണ്ട 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 ഈ വക സംസാരേ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. സിനിമയിൽ അഭിനയിക്കാൻ പോണു മര്യാദക്ക് ഇവിടെ വീട്ടിലടങ്ങി. ഞാൻ എന്ത് സമ്മതിക്കാനാണ്? ഞാൻ സമ്മതിക്കുന്നു വിചാരിക്കണ്ടാന്ന്. അളിയാ, നീ ഓരോ മുട്ടാ തർക്കങ്ങൾ പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാൻ നോക്കല്ലേ കേട്ടാ. അതൊക്കെ ആ കാലം കഴിഞ്ഞ് ഇപ്പൊ സ്ത്രീകൾ അടുക്കളയിൽ കിടന്ന് അടുക്കള പണി മാത്രം ചെയ്താൽ പോരാ. അവരുടെ കഴിവുകളൊക്കെ അവർ പുറത്ത് കൊണ്ടുവരണം. അതിപ്പോ സിനിമയിലൂടെങ്കിൽ സിനിമ, സീരിയലെങ്കിൽ സീരിയല്. ഈ വെറും മൂരാച്ചി കെട്ടിയെന്നാവാൻ നോക്കണ്ട. അമ്മയുടെ അഭിപ്രായം എന്താണ്? എനിക്ക് അവളെ അഭിനയിക്കണം എന്നുള്ളതാണ്. അതെ, സമ്മതിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനെ അറിയും കൂടി ചെയ്യണം. വെറുതെ സിനിമയിൽ അഭിനയിക്കാന്ന് വെറുതെ പറഞ്ഞിട്ട് വെറുതെ പോയിട്ട് കാര്യമില്ല. സമ്മതിക്കാൻ പറ്റില്ല. ഏടി ഞാൻ സമ്മതിച്ചിട്ട് എന്താ കാര്യം? അഭിനയിക്കാൻ അറിയണ്ടേ? എടാ കനക, നിന്റെ ഭാഗ്യല്ലടാ ഇതേപോലെ ഒരു പെണ്ണ്. എന്ത് ഭാഗ്യം? അവൾ എല്ലാവരും ഒരു കാര്യം കേൾക്കണം. ഞാൻ എന്റെ ക്ലീറ്റോ ഇവിടെ ഭയങ്കര കരച്ചില്. ഞാൻ ഇവിടെ ഓടി പാഞ്ഞു വരികയാണ്. എന്താ ഇങ്ങനെ കരയണേന്ന് അറിയാൻ വേണ്ടി. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന കരയാ. ഞാനങ്ങ് പേടിച്ചു പോയി. മോനെ എന്ത് പറ്റിയടീന്ന് ചോദിച്ചു വന്നപ്പോഴല്ലേ ഒറ്റ ചിരി. ആളും പറഞ്ഞാ വിശ്വസിക്കൂലേ. ഇവിടെ വേദന എടുക്കണ പോലെ തന്നെ കാണിച്ചു. അത് അഭിനയിക്കാൻ അറിയാൻ പാടാടാ. ആണോടാ? ഇതുപോലൊരു നടിയെ വീട്ടിലിരുത്തി നമ്മളെ എവന്റെ സമ്മതം നിങ്ങൾ നോക്കണ്ട. നീ ഓഡീഷന് പോവാൻ നോക്കണ്ട. നീ എന്ത് കണ്ടിട്ടാണ് ഈ പറയണത്? എന്ത് കണ്ടിട്ട് അവക്ക് കഴിവുണ്ട്. അമ്മ സിനിമയിൽ അഭിനയിക്കുമ്പോ നമ്മൾ ഇവിടെ ഈ സാധാരണ മാതിരിയുള്ള നാടകത്തിൽ അഭിനയൊന്നും പറ്റില്ല. സിനിമയിൽ ഭയങ്കര സ്വാഭാവികമായിട്ടാണ്. അതൊക്കെ ഒരു നടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം. മര്യാദക്കുള്ള ചായ ഉണ്ടാക്കാൻ അറിയും. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ അറിയും. കാണിച്ചെന്നാ ഭർത്താവിന്റെ മുഖത്ത്, കാമുകന്റെ മുഖത്ത് നോക്കിയിരിക്കണ പോലെ കാമുകന്റെ ഈ മുഖമാണ്. ഇത് കാമുകന്റെ മുഖമാണെന്ന് അവൾക്ക് തോന്നണം. അവർക്ക് അവിടെ അഭിനയിക്കാന് നല്ല ചോക്ലേറ്റ് നിപ്പുണ്ടാവും നായകന്മാര്. അവരെ നോക്കുമ്പോ അവൾക്ക് ചിരി വന്നോളും. നീ ഇപ്പൊ അവളെ നീ സംവിധാനം ചെയ്യണ സിനിമയിൽ അവളെ അഭിനയിക്കണ്ട പോരെ. അവൾ വേറെ ആണുങ്ങൾ അഭിനയിപ്പിച്ചു. നീ സമ്മതിക്കണ്ടോ ഇല്ലയോ? നിന്നെ അടുക്കളന്ന് ചരവത്തടി എടുത്ത് ഞാൻ തലക്കെട്ടടിക്കും. സമ്മതിച്ചടാ. നീ ഒരു കാര്യം ചെയ്യാ മതി. നീ ആ രംഗം ഒന്ന് അവതരിപ്പിച്ച് കാണിച്ചോട്. അയ്യോ, ഇതെന്താ ഇത്? അളിയാ, നിന്റെ ഹൃദയം ഉണ്ടല്ല, കരിങ്കല്ല. ഇത്രയും സെന്റിമെന്റ്സ് അവൾ അഭിനയിച്ചിട്ട് നിനക്ക് അത് ഫീൽ ചെയ്യില്ല? ഇത് കോമഡി അല്ലേ? കോമഡി കണ്ടാ നിങ്ങൾ എന്തിനാണ് കരയണത്? കനക, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നിന്റെ സമ്മതം ഇല്ലെങ്കിൽ വേണ്ട. ഞാനും അമ്മയും ക്ലീറ്റോയും അവളുടെ കൂടെ ഉണ്ട്. നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓഡിഷന് പോകും. ഇതോണ്ടൊന്നും പോവാൻ പറ്റില്ലെന്ന്. ഇത് കോമാളിത്തരാണിത്. ചെയ്തോളാം, മതി. നീ സമ്മതിക്കുന്നുണ്ടോ? ഇത് വെച്ചിട്ട് ഓഡീഷൻ പോണത്? അതെ, നീ സമ്മതിക്കുന്നുണ്ടോ? ദേ, അവന്റെ സമ്മതം ഒന്നും വേടം കൂടെ വെക്കേ. ഞാനും അവളും കൂടി നാളെ ഓഡിഷന് പോകും. പറ്റുമെങ്കിൽ സഹകരിച്ചാ മതി. നീ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ പിന്നെ ഞാനും വരാം. എനിക്ക് നാളെ പാർട്ടിയുടെ മീറ്റിംഗ് ആയിപ്പോയില്ലേ, ഞാനും വന്നേനെ. ഞാൻ കൂടെ വരാൻ വേണമെങ്കിൽ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് വീടെല്ലാം പൂട്ടിയിട്ട് ഒരു ചണ്ടയും കൂട്ടിയിട്ട് ഘോഷയാത്രയായിട്ടൊക്കെ പോവാം. അല്ല, അപ്പൊ എന്തായാലും നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ സിനിമാ നടിയാ. സിനിമാ നടി ഇങ്ങോട്ട് നോക്കിയേ. സിനിമാ നടിക്ക് പിന്നെ വരട്ടെ. നാളെയാണ് ഈ പറഞ്ഞ ദിവസം. നേരത്തെ കിടന്നുറങ്ങി പണിയെല്ലാം കഴിച്ച് കുളിച്ച് മെനക്ക് കിടന്നുറങ്ങി. അല്ലെങ്കിൽ മുഖം കലം പോലെ ഇരിക്കും. സിനിമാ നടികളൊക്കെ അങ്ങനെയാ. കലം പോലെ അല്ലേ? ഇവരെന്തിന്റെ കേടെന്നറിഞ്ഞില്ല. നീ അവന് ഭക്ഷണം എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ട. അവ എടുത്ത് കഴിച്ചോളൂ. പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ നേരത്തെ കിടന്നുറങ്ങാൻ പോകല്ലോ. Alien versus Alien.